ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാത്രി വിശേഷങ്ങളായിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഡിന്നർ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ നല്ലൊരു ഹെൽത്തി ഡിന്നറാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഓട്സിൻ്റെ ദോശയാണ്. ഇവിടെ തനിക്കുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഓട്സിൻ്റെ ദോശ എന്ന് പറയുന്നത്. കാരണം നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇത് കിട്ടുക. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കറിയൊന്നും വേണമെന്നില്ല, വെറുതെ കഴിക്കാനും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചപ്പാത്തിക്ക് പകരം ഓട്സിൻ്റെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഓട്സ് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ച് വെച്ചു. പിന്നെ പാലാണ് ഒഴിക്കുന്നത്. വെള്ളത്തിന് പകരമാണ് കേട്ടോ പാലൊഴിക്കുന്നത്. പാലൊഴിക്കുമ്പോൾ ഒന്നും കൂടി ദോശ നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. പിന്നെ അതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. ഭയങ്കരമായിട്ട് അരഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് തരിതരിപ്പ് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അരച്ചെടുത്തിട്ട് സ്റ്റൗവൊക്കെ കത്തിച്ചിട്ട് പാന് വെക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഭയങ്കര ലൂസായിട്ടൊന്നും ഇത് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് കട്ടി ഉണ്ടായാലും കുഴപ്പമില്ല. അങ്ങനെ രണ്ട് സൈഡും ഒന്ന് ഞാൻ ചുട്ടെടുത്തേ. അപ്പോൾ ബാക്കിയുള്ളതും കൂടിയിട്ട് വേഗം ചുട്ടെടുത്തു. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കറീൻ്റെ കൂടെയും കഴിക്കാം. ഇപ്പോൾ ചിക്കൻ കറി ആയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഞാനിതിലേക്ക് മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പാന് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഒരു 2-3 വെളുത്തുള്ളി അരിഞ്ഞിട്ട് അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ അതിലേക്ക് ഒരു 3 സവാള അരിഞ്ഞതും കൂടി ചേർക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് വാടി വരണം. ഭയങ്കരമായിട്ട് കളർ വ്യത്യാസം വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മക്കൾക്ക് എരിവൊന്നും വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചമുളകും കാര്യങ്ങളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. അങ്ങനെ ഉള്ളി നന്നായിട്ട് വാടി വന്നപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല ഇത് 4 കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നവരെ. ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുമ്പോൾ അതിലേക്ക് ഒരു തക്കാളിയും കൂടി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഈ തക്കാളിയും കൂടി നന്നായിട്ട് വെന്തുടഞ്ഞ് വരണേ. ഞാനെടുത്ത തക്കാളിക്ക് പഴുപ്പ് കുറച്ച് കുറവായതുകൊണ്ട് അതൊന്ന് ഉടഞ്ഞ് കിട്ടാൻ കുറച്ച് സമയം എടുത്തു. അങ്ങനെ തക്കാളി നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിലേക്ക് ചെറിയ ചൂടിലെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു കോഴി മുട്ട പൊട്ടിച്ച് വയ്ക്കുക. അത് നമ്മളുണ്ടാക്കുന്ന ഈ റോസ്റ്റിൻ്റെ അളവിനനുസരിച്ചിട്ട് 1-2 മുട്ടയൊക്കെ പൊട്ടിച്ച് വയ്ക്കാം. മുട്ട ഇങ്ങനെ പൊട്ടിച്ച് വയ്ക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം ഇതിൻ്റെ ഗ്രേവിക്ക് നല്ലൊരു കട്ടി ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. അങ്ങനെ മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ മുട്ടൻ്റെ ഒരു വെള്ളം ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ കാണാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കി ഞാൻ ഇറക്കി വെച്ചിട്ടു. അപ്പോൾ അതിലേക്കുള്ള മുട്ട തനിക്കുട്ടിയാണ് പൊളിച്ചു തരുന്നത്. അങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാൻ തനിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുട്ടേൻ്റെ തൊലി ഞാൻ പൊളിച്ച് തരാമെന്നുള്ളത്. അപ്പോൾ ഞാൻ തനിക്കുട്ടീനെ വിളിച്ചപ്പോൾ അവൾ ഓടി വന്നിട്ട് അതിൻ്റെ തൊലി പൊളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൈയൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് പൊളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട് ഭയങ്കര ശ്രദ്ധയിലാട്ടോ പൊളിക്കുന്നത്. കാരണം ആദ്യമായിട്ട് ചെയ്തപ്പോൾ മുട്ടയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയൊക്കെ വരുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര ശ്രദ്ധയോടെയാണ് ഓരോന്നും പൊളിച്ചെടുക്കുന്നത്. ഇതെന്തായാലും പൊളിച്ച് കഴിയുമ്പോഴേക്കും കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ അടുക്കള വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. കാരണം എരിവില്ലാത്ത കറി എന്ന് പറയുമ്പോൾ പൊതുവേ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുപോലെ തന്നെ മുട്ട ചേർത്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഈ ഓട്സ് ദോശ മക്കൾക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം അവരെന്തായാലും മടിയില്ലാതെ കഴിക്കും. ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കും. അവർക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു മടുപ്പും ഇല്ല കേട്ടോ ദോശയോട്. എന്നുണ്ടാക്കി കൊടുത്താലും അവർ കഴിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മുമ്പ് ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് പോയി കാണാനും ശ്രമിക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും എല്ലാവർക്കും ടാറ്റാ, ബായ്.